തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്നേഹം എന്നത് പ്രണയമല്ല, ഒരു നല്ല സൗഹൃദമാണ്. വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ചെമ്മാട് തോബ ജ്വല്ലറി ഒരുക്കുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫറുകൾ. 25,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസുകൾക്ക് അട്രാക്റ്റീവ് ഗിഫ്റ്റുകളും 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്ക് നേടാം ഓരോ സ്വർണ്ണ നാണയവും. കൂടാതെ 18 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും നേടാം. അതും ഫെബ്രുവരി 12, 13, 14 തീയതികളിൽ മാത്രം. ഒരിക്കലും നിലയ്ക്കാത്ത തോബ ജ്വല്ലറിയുടെ സ്നേഹബന്ധങ്ങൾ ഓരോ ഷോപ്പിംഗിലൂടെയും അനുഭവിച്ചറിയൂ. വാർത്തകൾ വിശദമായി. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആനകൾ ഇടഞ്ഞു. 2 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കുറുവങ്ങാട് സ്വദേശികളാണ് മരിച്ചത്. ലീല, അമ്മുക്കുട്ടി എന്നിവരാണ് മരിച്ചതെന്നാണ് വിവരം. ആന ഇടഞ്ഞതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് നിരവധി പേർക്ക് പരിക്കേറ്റത്. ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. ഉഗ്രശബ്ദത്തിൽ കരിമരുന്ന് പ്രയോഗം നടത്തിയപ്പോഴാണ് സംഭവം. ദേവസ്വം ഓഫീസ് ആന തകർത്തു. 2 ആനകളെയും തളച്ചിട്ടുണ്ടെന്നാണ് വിവരം. ക്ഷേത്രത്തിന് പുറത്തുവെച്ചാണ് ആനകളെ തളച്ചത്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സമീപ പ്രദേശത്തെ ആശുപത്രികളിലേക്കും മാറ്റി. പരിക്കേറ്റ 30ഓളം പേരെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഉത്സവത്തിനിടെ 2 ആനകളാണ് ഇടഞ്ഞത്. ഒരാന മറ്റൊരു ആനയെ കുത്തുകയായിരുന്നു. ഉഗ്രശബ്ദത്തിൽ കരിമരുന്ന് പ്രയോഗം നടത്തിയപ്പോഴാണ് സംഭവം. കരിമരുന്ന് പ്രയോഗത്തിന്റെ പ്രകമ്പനത്തിൽ സമീപത്തെ കെട്ടിടങ്ങളുടെ ഓടുകളും ഇളകി വീണിരുന്നു. പടക്കം പൊട്ടിയ ഉഗ്രശബ്ദത്തിലാണ് ആന ഇടഞ്ഞത്. ഇതോടെ പരിഭ്രാന്തരായി ആളുകൾ ഓടി. ഇതിനിടെയാണ് 2 പേർ പരിക്കേറ്റ് മരിച്ചത്. 75, 80 വയസ്സുള്ള ലീല, അമ്മുക്കുട്ടി എന്നിവരാണ് മരിച്ചത്. ഇവരുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. അക്രമാസക്തരായ ആനകളെ പാപ്പമാർ തളച്ചിട്ടുണ്ട്. തിടമ്പേറ്റിയ ആനയാണ് ഇടഞ്ഞത്. ഈ ആന മറ്റൊരു ആനയെ കുത്തുകയായിരുന്നു. ഇതോടെ 2 ആനകളും ക്ഷേത്രത്തിന് പുറത്തേക്കോടി. ഇതോടെ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കാനെത്തിയവർ ചിതറിയോടി. ഇതിനിടെയാണ് പലർക്കും പരിക്കേറ്റത്. ക്ഷേത്രവളപ്പിന് പുറത്തേക്കോടിയ ആനകളെ ഏറെ നേരത്തെ പരിശ്രമത്തിലാണ് തളച്ചത്. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ.